ഉൾപ്പെടെ ഈ വേദിയിൽ നിരവധിയായ സഖാക്കൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും പേര് പരാമർശിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചത്. എനിക്കങ്ങനെയാണ് നിർദ്ദേശം കിട്ടിയത്. ഇവിടെ CPI-എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറിമാർ, തൊട്ട് മുമ്പത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരായ വടക്കഞ്ചേരി RSSകാരുടെ വെട്ടേറ്റ് എത്രയോ ദിവസങ്ങളോളം കാലം തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കിടന്നിരുന്ന പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്ന സഖാവ് K. ബാലൻ, ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സഖാവ് N. ഹരിദാസൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ ഇവിടെ വേദിയിലുണ്ട്. വിവിധ ജനകീയ പ്രസ്ഥാനങ്ങളുടെ വർഗബഹുജന പ്രസ്ഥാനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ഒട്ടേറെ നേതാക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. സദസ്സിൽ ഒരുപാട് ബഹുമാന്യരുണ്ട്. ഞാൻ ആദ്യം എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട സഖാവ് ബാലകൃഷ്ണയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് മണ്ണാർക്കാട് പൊതുപ്രവർത്തന മേഖലയിലേക്ക് വന്ന സമയം മുതൽ എന്നെ കൈപിടിച്ച് വളർത്തിക്കൊണ്ട് വന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ വളരെ അവസരമാണ്. ഞാനിപ്പോ ശ്രദ്ധിച്ചു, വടിയിൽ കുത്തിപ്പിടിച്ചിട്ടാണ് പ്രിയപ്പെട്ട കാഞ്ഞിരപ്പുഴയിലെ സഖാവ് ബാലകൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് മത യാഥാസ്ഥികത്വത്തിനെതിരായി വിട്ടുവീഴ്ചയില്ലാതെ പടവരുതിയ സമാരാധ്യനായ വള്ളുവനാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ്, പ്രായമേറെ ചെന്നിട്ടും ചെർപ്പളശ്ശേരിയിൽ ഇപ്പോഴും ഈ കേരളത്തിലാകെ അറിയപ്പെടുന്ന സഖാവായി ഉയർന്ന നേതാവായി മാറിയ ബഹുമാന്യനായ സഖാവ് PA ഉമ്മർക്കായുടെ മകൻ സഖാവ് സാബു. ഇനി ആരോഗ്യ പറയേണ്ടത്, നിങ്ങൾക്ക് ഈ ജില്ലയിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അർപ്പണബുദ്ധിയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ ത്രാണിയുള്ള ഒരു പടയുടെ മുഖം കാണണമെങ്കിൽ നിങ്ങൾ ഈ കൺവെൻഷനിലേക്ക് നോക്കൂ. ഈ പങ്കെടുത്തിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന എല്ലാ സഖാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഞാൻ ആവേശപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്.